അമ്മയുടെ മൂത്ത സഹോദരൻ, എൻ്റെ അമ്മാവൻ എം കൃഷ്ണൻ നായർ, അദ്ദേഹത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ അവധിക്കാലത്ത്, മധ്യവേനൽ അവധിക്കാലമായിരുന്നാലും ക്രിസ്മസ്, ഓണം തുടങ്ങിയ അവധിക്കാലമായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം കളിക്കുകയായിരുന്നു എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പല സാഹിത്യകാരന്മാരും, ഉയർന്ന സാഹിത്യകാരന്മാരും അവിടെ വരികയും അവർക്ക് ചായ കൊണ്ടു കൊടുക്കാനുള്ള നിയോഗം എനിക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. മാത്രമല്ല, അവർ തമ്മിൽ സംസാരിക്കുന്നത്, ഈ ചായ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങ് പുറത്തിറങ്ങുമ്പോൾ ആ മുറിക്കകത്തിരുന്ന് അവർ സംസാരിക്കുമ്പോൾ പലപ്പോഴും സാഹിത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുക. അത് എനിക്ക് ഒരുപക്ഷെ സാഹിത്യത്തോട് താല്പര്യം തോന്നാൻ അതൊരു നിമിത്തമായി മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും കതകിൻ്റെ മറവിൽ മറഞ്ഞു നിന്ന് അവരുടെ സംസാരം, അവർ മറ്റുള്ള സാഹിത്യകാരന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ അക്കാലത്തെ പ്രവണതകളെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹിത്യ ചലനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അല്പം പരദൂഷണമൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ അത് കേൾക്കാനൊരു കൗതുകം എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കതകിൻ്റെ മറയിൽ മറഞ്ഞു നിന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. കേശവദേവായിരുന്നാലും ശങ്കരക്കുറുപ്പ് മാഷായിരുന്നാലും അങ്ങനെ വളരെ പ്രമുഖരായ ഒരുപാട് സാഹിത്യകാരന്മാർ, പി കുഞ്ഞിരാമൻ നായർ, ഇങ്ങനെ പലരും അവിടെ വന്നു പോയിട്ടുള്ളത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അമ്മാവന് ഒരു പ്രത്യേക രീതിയായിരുന്നു, അമ്മാവന് ഒരു ചിട്ടയായ ജീവിത രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്ന കാര്യം, അദ്ദേഹം മിക്ക ദിവസവും അന്ന് മീറ്റിങ്ങിന് പോകും. മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ഹാരവും ഒരു ബൊക്കയുമായിട്ടാണ് മിക്കവാറും വരിക. ആ ബൊക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡലല്ല, ഈ വളഞ്ഞ റൗണ്ട് ആയിട്ടുള്ള വൃത്താകൃതിയിലുള്ള ബൊക്കയുമായിട്ടാണ് വരിക. അത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ കിട്ടുന്നു, ഇതെന്നും എന്തിനാ പ്രസംഗിക്കാൻ പോകുന്നത് എന്നൊക്കെ എൻ്റെ കൊച്ചു മനസ്സിലന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് അവിടെ ചെന്ന് നിൽക്കാനുള്ള ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അന്ന് ആ വീട്ടിൽ റേഡിയോ ഉണ്ട്. അമ്മാവിൻ്റെ വീട്ടിലാണ് ഞാൻ ശരിക്കും റേഡിയോ കാണുന്നത്, അമ്മാവിൻ്റെ വീട്ടിലാണ്. അന്ന് മർഫി എന്ന് പറയുന്ന റേഡിയോ ആണ് അമ്മാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ആ റേഡിയോയിൽ ചലച്ചിത്ര ഗാനങ്ങൾ വളരെ റേഷനായിട്ടാണ് ആകാശവാണി അക്കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ കേൾപ്പിച്ചിരുന്നെങ്കിലും അത് കേൾക്കുകയായിരുന്നു അവിടെ ചെന്ന് നിൽക്കുന്ന എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അവിടെ അമ്മാവനാകെ കൂടി ആ റേഡിയോയിൽ കേൾക്കുന്നത് വാർത്തകളും പിന്നെ ഫുട്ബോൾ കമൻട്രി ഉണ്ടെങ്കിൽ അതും മാത്രമായിരുന്നു. ബാക്കി സമയം അത്ര ആ റേഡിയോ നിശബ്ദമായിട്ടിരിക്കും. ചലച്ചിത്ര ഗാനങ്ങളുള്ളപ്പോൾ എൻ്റെ അമ്മാവിൻ്റെ ഒരു മകൾ, ഞാൻ ജപച്ചേച്ചി എന്ന് വിളിക്കുന്ന ആ ചേച്ചിയും ഞാനും കൂടെയാണ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ എപ്പോഴും ആ റേഡിയോയുടെ മുമ്പിൽ ചെന്നിരിക്കുക. അങ്ങനെ വാസ്തവത്തിൽ അവിടെ ചെന്ന് കേട്ടാണ് ഈ ചലച്ചിത്ര ഗാനങ്ങളോട് എനിക്ക് ഭ്രമം തോന്നി തുടങ്ങിയത്. ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനുള്ള കാരണം ആ വീട്ടിൽ ചെന്ന് നിന്നുള്ള ദിവസങ്ങളാണ്. അമ്മാവൻ കുറേ കൂടി ഞാൻ വലുതായപ്പോൾ, പ്രത്യേകിച്ചും എൻ്റെ പ്രഥമ ലേഖനം ഫിലിം മാഗസിനിൽ അച്ചടിച്ച് വന്നപ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അന്ന് ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും അമ്മാവൻ്റെ വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അമ്മാവനാണ് ഈ മാസിക, വാരിക എടുത്ത് കൊടുക്കുന്നത്. ഇതാ ലേഖനം അടിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ലേഖനം ഫിലിം മാഗസിൻ അയച്ചെങ്കിലും അക്കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ അവിടെ അമ്മാവൻ അന്ന് സാഹിത്യഭാരഫലം കലാകൗമുദിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സാഹിത്യഭാരഫലം എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ കലാകൗമുദിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ആഴ്ചയിലൊരിക്കൽ അവിടെ എത്തിക്കുമായിരുന്നു. ഈ വിപണിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ അവിടെ എത്തിക്കുമായിരുന്നു. ലേഖനം വാങ്ങിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അതും കൂടെ എത്തിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രസിദ്ധീകരണം അവിടെ അമ്മാവൻ്റെ കയ്യിൽ വന്നതും എൻ്റെ ലേഖനം വായിച്ചിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അത്. പിന്നീട് എനിക്ക് വായിക്കാനും അക്ഷരങ്ങളോടും താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എനിക്ക് ധാരാളം പുസ്തകങ്ങൾ, എൻ്റെ ഹോം ലൈബ്രറി എന്ന് പറയാവുന്ന തരത്തിൽ വീട്ടിൽ ഇപ്പോൾ ഒരു വലിയ ലൈബ്രറി ഉണ്ടെങ്കിൽ അതിലെ ഏതാണ്ട് ഒരു 60-70% പുസ്തകങ്ങളും അമ്മാവൻ തന്നതാണ്. ഞാൻ ഓരോരിക്കൽ ചെല്ലുമ്പോഴും ഒരു കെട്ട് പുസ്തകങ്ങളാണ് എനിക്ക് സമ്മാനമായി അദ്ദേഹം തരിക.
കാരണം വായിക്കുന്ന സ്വഭാവമുണ്ടെന്നറിഞ്ഞാൽ അമ്മാവന് ഏറ്റവും വലിയ സന്തോഷമാണ്. ആ വായിക്കുന്ന സ്വഭാവമുള്ള ആർക്കും അദ്ദേഹം പുസ്തകം കൊടുക്കും. മാത്രമല്ല ചിലപ്പോൾ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയും, ഫോണിൽ വിളിച്ച് പറയും, കുറച്ച് പുസ്തകങ്ങളിരിപ്പുണ്ട്, സൗകര്യം പോലെ വരുമോ എന്ന് ചോദിക്കും. ഞാൻ ഉടനെ പോയി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാൻ ഒക്കാത്ത തരത്തിൽ അത്രയ്ക്ക് പുസ്തകങ്ങളുടെ എണ്ണം കാണും. ചിലപ്പോൾ 2ഉം 3ഉം തവണയായിട്ടാണ് ഞാനത് ആ പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലെത്തിക്കുക. നല്ല പ്രായമായി അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ, വാർദ്ധക്യത്തിൻ്റെ ശാരീരിക അവശതകൾ വന്ന സമയത്ത് പോലും വീട്ടിൽ ചെന്നാൽ പുസ്തകം എടുത്തു തരാൻ വേണ്ടി കസേരയിൽ നിന്ന് കസേരയിൽ നിന്ന് എഴുതിക്കാൻ വയ്യെങ്കിലും എഴുതിക്കാൻ ശ്രമിക്കുകയും, ഒരു പുസ്തകം ഞാൻ വച്ചിട്ടുണ്ട്, അത് സംസ്കൃത മലയാള നിഘണ്ടുവാണ്, അത് വളരെ പ്രയോജനം ചെയ്യുന്നൊരു പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പുസ്തകം തരുന്നതിന് മുമ്പ് തന്നെ അത് കടം ബാക്കിയാക്കിയാണ് അവൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഏറ്റവും ഒടുവിലെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ സാഹിത്യവാരഫലം മാതൃഭൂമി ബുക്സ് 6 വോള്യങ്ങളായി വളരെ മനോഹരമായിട്ട് അത് വിപണിയിൽ വന്നു കഴിഞ്ഞു. ഒരുപാട് പേർ പ്രീ പബ്ലിക്കേഷൻ മുഖാന്തരം അത് വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ ചേർക്കാനായിട്ട് എന്നോട് ഒരു ലഘുജീവചരിത്രം, അമ്മാവൻ്റെ ലഘുജീവചരിത്രം തയ്യാറാക്കി കൊടുക്കാൻ മാതൃഭൂമി ബുക്സ് ആവശ്യപ്പെടുകയും ഞാൻ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് എഴുതി കിട്ടിയപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ഒരു മുഴുനീള ജീവചരിത്രം, അമ്മാവൻ്റെ മുഴുനീള ജീവചരിത്രം ഞങ്ങൾക്ക് തന്നുകൂടാ എന്ന് പറഞ്ഞ് ഞാനൊരു 10 മാസം അതിനെക്കുറിച്ച് ആലോചിക്കുകയും അമ്മാവൻ്റെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതും അമ്മയും എൻ്റെ മറ്റു ബന്ധുക്കളും അമ്മാവൻ്റെ മക്കളുമൊക്കെ പറഞ്ഞു കേട്ടതും എല്ലാം കൂടി ക്രോഡീകരിച്ച് ആണ് ഞാൻ ഇപ്പം ജീവചരിത്ര പുസ്തകം തയ്യാറാക്കി. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അത് വിപണിയിൽ എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല അത് എഴുതി വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. നമ്മളെല്ലാം 10ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നത് കൂടി വന്നാൽ 2ഓ 3ഓ സ്കൂളിലായിരിക്കും. അമ്മാവൻ 13 സ്കൂളുകളിലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഒരു ക്ലാസ്സിൽ തന്നെ 3 സ്കൂളിൽ പഠിച്ച അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളൊക്കെ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ പീരീഡിലാണ് പഠിച്ചത്, ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിച്ചത് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ജോലിയായിരുന്നു. അതെല്ലാം കണ്ടെത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. തിരുവനന്തപുരത്ത് ഇന്ന് LMS സ്കൂളിൽ വരെ അമ്മാവൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇന്ന് കുന്നംപുറം എന്നറിയപ്പെടുന്ന, പണ്ട് കുതിരവട്ടം എന്നറിയപ്പെട്ടിരുന്ന അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫോർട്ട് ഹൈസ്കൂളിലല്ല SMV സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ചാല ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ. പിന്നെ കൊട്ടാരക്കര, കുഴിത്തുറ, ഇങ്ങനെ പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ അമ്മാവൻ്റെ ജീവചരിത്രം എഴുതിയപ്പോൾ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനത് തയ്യാറാക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും കിട്ടാനില്ല. 22ഓളം പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അവയും കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ജോലിയായിരുന്നു. അതെല്ലാം ഭാഗ്യവശാൽ കണ്ടെത്താനും അവയെക്കുറിച്ച് കൂടുതൽ എഴുതാനും ഒക്കെ സാധിച്ചു. ആ പുസ്തകം വായനക്കാരുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു. ഇനി ബാക്കി വായനക്കാരാണ് വാസ്തവത്തിൽ അത് വിലയിരുത്തേണ്ടത്. നമ്മുടെ പ്രമുഖ നടൻ മോഹൻലാലുമായിട്ട് 2 തവണ വളരെ അടുത്ത് പെരുമാറാനുള്ളൊരവസരമുണ്ടായിട്ടുണ്ട്. അത് രണ്ടും അവിസ്മരണീയം എന്ന് തന്നെ പറയണം. ഒന്ന്, മലയാള മനോരമയുടെ പ്രസിദ്ധീകരണമായ വനിതയ്ക്ക് വേണ്ടി നൃത്തം ചെയ്യുന്ന നടന്മാരെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കാനായിട്ട് എൻ്റെയും CV ബാലകൃഷ്ണനെയും, നോവലിസ്റ്റ് CV ബാലകൃഷ്ണനെയുമാണ് വനിത ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾ 2 പേരും ആ ചുമതല ഏറ്റെടുത്തതിന് ശേഷം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചിലർ മദ്രാസിലൊക്കെ പോയി ചിലരെയൊക്കെ കാണണം. ഇപ്പം കമലഹാസൻ, ഡാൻസ് മാസ്റ്റേഴ്സുണ്ട്, മമ്മൂട്ടിയുണ്ട്, അപ്പോൾ ഇങ്ങനെ വിനീതുണ്ട്, ഇങ്ങനെ പലരെയും കാണണം. തിരുവനന്തപുരത്ത് ബേസായിട്ടുള്ള കുറേ പേരെ കാണണം. അപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ബേസായിട്ടുള്ളവരെയൊക്കെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാലിനെ കാണാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വളരെ തുറന്ന മനസ്സോടെ സമ്മതിച്ചു. തച്ചോളി വർഗീസ് ചേകവർ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചിത്രാഞ്ജലി നടക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ചെല്ലാൻ അവിടെ പറഞ്ഞു. ഞാനൊരു ഉച്ചയ്ക്ക് എത്തുമ്പോൾ അദ്ദേഹം ഷൂട്ടിങ്ങിൽ നിൽക്കുകയാണ് അവിടെ. ഷൂട്ടിങ്ങിൻ്റെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ ഒരു
പിന്നെ നിമിഷത്ത് എന്നെ കൈ കാണിച്ച് പറഞ്ഞു, അവരോട് പറഞ്ഞു, ആ സെറ്റിലുള്ള സംവിധായകനോടും ബാക്കി ക്യാമറാമാനോടും പറഞ്ഞു, എനിക്കൊരു 15-20 മിനിറ്റ് ബ്രേക്ക് വേണം, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 2 കസേര മരച്ചോട്ടിലിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ പിന്നെ നെട്ടുവർ പരമേശ്വരൻ്റെ കീഴിൽ നൃത്തം പഠിച്ചതും അതുമൊക്കെ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. മറ്റേ ആ സിനിമയിൽ രാജശില്പി എന്ന് പറഞ്ഞ സിനിമയിൽ വേണ്ടിയാണിത് പഠിച്ചത്, അക്കാര്യമൊക്കെ വിശദീകരിച്ചു. നമുക്ക് ആ ലേഖനത്തിലേക്ക് എഴുതാൻ പറ്റിയ എല്ലാം പറഞ്ഞു തന്നു. മറ്റാരാണെങ്കിലും ഇത്രയും ഒരു സെറ്റിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ എന്നെ അവിടെ കുറേ നേരം നിർത്താൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും നിർത്താം. അവിടെ ഇത് ഫ്രീ ആകുമ്പോൾ സെറ്റിൽ നിന്ന് ബ്രേക്കപ്പ് ആകുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ പാക്കപ്പ് ആകുമ്പോൾ മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം എന്നെ വെയിറ്റ് ചെയ്യിക്കാതെ വന്ന ആ ഒരു സന്മനസ്സാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒരു വലിയ നടനായിട്ട് പോലും അദ്ദേഹം അങ്ങനെ ഒരു സന്മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊരവസരം അദ്ദേഹത്തെക്കുറിച്ച് തിരുവനന്തപുരം ദൂരദർശൻ ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ തീരുമാനിച്ചു. ഡോക്യുമെൻ്ററി എന്ന് വെച്ചാൽ അതൊരു ദൈർഘ്യമേർന്ന ഡോക്യുമെൻ്ററി. അപ്പോൾ അത് കുഞ്ഞുമ്മൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്, അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്, അത് സംവിധാനം ചെയ്യാനായിട്ട് എന്നോട് സ്ക്രിപ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മോഹൻലാലിനെക്കുറിച്ച് മോഹൻലാലിൻ്റെ സിനിമകളെല്ലാം മിക്കതും കണ്ടിട്ടുണ്ടെന്നല്ലാതെ മോഹൻലാലിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അറിയില്ല. സ്ക്രിപ്റ്റ് എഴുതാൻ ജീവചരിത്രം മുഴുവൻ അതിനകത്ത് പ്രതിഫലിക്കണമല്ലോ, പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഒരു അതുല്യ നടൻ്റെ ജീവചരിത്രം തയ്യാറാക്കുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ മോഹൻലാലിനെ വിളിക്കുകയും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് സ്വകാര്യമായി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അന്ന് വരെ അഭിനയിച്ച സിനിമകളുടെയൊക്കെ ഒരു ഓട്ടപ്രദർശനം പോലെ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അന്ന് അത് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഡോക്യുമെൻ്ററി എടുത്തത്. ആ ഡോക്യുമെൻ്ററി ചോദ്യോത്തരങ്ങളായിട്ടാണ് എടുത്തത്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് മദ്രാശിയിലെ പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ വീട്ടിൽ വെച്ച് നെടുമുടി വേണുവാണ്. നെടുമുടി വേണു ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ ഫ്ലാഷ് ബാക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വരികയുമാണ് ചെയ്യുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ ഉടനെ മോഡൽ സ്കൂളും അതും ഇതൊക്കെ കാണിക്കും. അങ്ങനെ അദ്ദേഹം ജനിച്ചത് മുതൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റ് ഒരാഴ്ച കൊണ്ട് തയ്യാറാക്കി. എന്നിട്ട് വീണ്ടും മോഹൻലാലിനെ വിളിച്ച് അദ്ദേഹത്തെ മുടമുകളിലുള്ള വീട്ടിൽ കൊണ്ട് കാണിച്ച് എന്നെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം മുഴുവൻ വായിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, ഇതിനപ്പുറം ഒന്നും എഴുതാനില്ല, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു, ഇത്രയൊക്കെ എനിക്കുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് തമാശയായിട്ടൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് ഞാൻ നെടുമുടി വേണുവിനെ ഏൽപ്പിച്ചു. നെടുമുടി വേണു മനോഹരമായിട്ട് അതിലെ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ആ ഇൻ്റർവ്യൂ പിന്നെ ദൂരദർശന് വേണ്ടി, ദൂരദർശൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ കമേഴ്സ്യൽ ഇത് കിട്ടിയ ഒരു വലിയ റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഇൻ്റർവ്യൂ ആണത്. അത് ധാരാളം തവണ അത് റിപ്പീറ്റ് ചെയ്തതിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടായിട്ടുമുണ്ട്. ഇങ്ങനെ 2 അവസരങ്ങളിലാണ് മോഹൻലാലിനെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ളത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 1980 ഫിലിം മാഗസിനിൽ, കലാകൗമുദിയുടെ ഫിലിം മാഗസിനിൽ ഗാനനിരൂപണം ഞാൻ എഴുതി തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ ലേഖനം എഴുതുന്ന പതിപ്പ് ജയൻ, നമ്മുടെ ചലച്ചിത്ര നടൻ ജയൻ അകാലത്തിൽ അപകടം പറ്റി മരിക്കുന്ന ആ ഇഷ്യൂ ആയിരുന്നു. അന്നൊരു സ്പെഷ്യൽ പതിപ്പായിട്ടാണ് ഫിലിം മാഗസിൻ ഇറങ്ങിയത്. അതിനകത്ത് പക്ഷേ എൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. പിന്നെ ഫിലിം മാഗസിൻ ഇറങ്ങി 1 മണിക്കൂർ കൊണ്ട് കോപ്പി വിറ്റ് തീർന്നു. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി വൈകുന്നേരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് വന്ന് അവിടെ നിന്നാണ് ഞാൻ അന്ന് മാസികയൊക്കെ വാങ്ങിക്കുന്നത്. വാങ്ങിക്കാൻ കഴിഞ്ഞപ്പോൾ കടക്കാരനെ പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞു, സാറേ ഫിലിം മാഗസിൻ തീർന്നു പോയി, അരമണിക്കൂറിനപ്പം പുതിയ പ്രിൻ്റ് അടിച്ച് വരും, ജയൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇത് വലിയ ചിലവാണ് എന്ന് പറഞ്ഞു. ഞാൻ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പം കലാമോദിയിൽ നിന്ന് അവിടെ വന്നു, കോപ്പി വന്നു. എനിക്കൊരു കോപ്പി ആൾ തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഗാന വിമർശനം തുടങ്ങുന്നത്. അന്ന് ഇറങ്ങിയ കാലത്ത് അതാത് കാലങ്ങളിൽ, ഇപ്പം 45 വർഷമാകുന്നു, അതാത് കാലത്തെ പാട്ടുകളെ വിമർശിച്ചു കൊണ്ടായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്.
പിന്നീട് ഫിലിം മാഗസിനിൽ അതൊരു കോളം പങ്ക്തിയായി. അതിനുശേഷം മാതൃഭൂമി, ചിത്രഭൂമി എന്ന് പറയുന്ന ദ്വൈവാരിക തുടങ്ങിയപ്പോൾ എന്നോട് ഈ നേരത്തെ പറഞ്ഞ എം ഡി നാലപ്പാട്, മാധവിക്കുട്ടിയുടെ മകൻ എം ഡി നാലപ്പാട്, മോനു നാലപ്പാട്, അദ്ദേഹമായിരുന്നു അന്ന് എഡിറ്റർ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലേക്ക് തുടങ്ങാമോ, ഒരു പങ്ക്തിയായിട്ട് തുടങ്ങാമോ, നമുക്ക് 2 ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങാമെന്ന് സമ്മതിച്ച് അങ്ങനെ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാരികയായി മാറി. അപ്പോഴും എൻ്റെ പങ്ക്തി തുടർന്നു. പിന്നീട് ചിത്രഭൂമിയിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പങ്ക്തിയായി അത് മാറി. കാരണം അത് എല്ലാ ആഴ്ചയും അത് അക്കാലത്തെ ഇറങ്ങുന്ന സിനിമയിലെ പാട്ടുകളെക്കുറിച്ചായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ചിത്രഭൂമിയിൽ കുറേ കാലം എഴുതിയതിന് ശേഷം അവിടെ പത്രാധിപന്മാർ മാറുമ്പോൾ നമുക്കും ചില മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ചില പത്രാധിപന്മാർക്ക് ഇതിനോട് അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ഈ പാട്ടെഴുത്തുകാരൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വിമർശനമൊന്നും കൊടുത്തൊന്നും വരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമാ മംഗളം എന്ന് പറയുന്ന മധുവൈപ്പന, ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ മധുവൈപ്പന പത്രാധിപരായിട്ട് സിനിമാ മംഗളം തുടങ്ങുന്നത്. അപ്പോൾ മധുവൈപ്പന സ്വാഭാവികമായിട്ടും സിനിമാ മംഗളത്തിൽ തുടങ്ങാൻ ആവശ്യപ്പെടും. അപ്പോൾ ഞാനൊരു കരാറേ വെച്ചോളൂ, വ്യവസ്ഥയെ വെച്ചോളൂ, ഇതിനകത്ത് ഒരു അക്ഷരവും മാറ്റാൻ പാടില്ല, അത് സത്യസന്ധമായിട്ട് കൊടുക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചുകൊണ്ടാണ് അത് തുടങ്ങിയത്. വളരെ കാലം അദ്ദേഹം പത്രാധിപരായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചില കശപിശയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചു. പകരം പല്ലിശ്ശേരി വന്നു. പല്ലിശ്ശേരി വന്നപ്പോഴും അത് പങ്ക്തി അതുപോലെ തന്നെ തുടർന്നു. അപ്പോൾ ഈ 45 വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ഇത്രയും കാലത്തെ വളർച്ച നോക്കിയാൽ പല പല പാട്ടുകളുടെയും അക്കാലത്ത് ഇറങ്ങിയ പല പാട്ടുകളെയും ഞാൻ കാലാകാലങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട്. വല്ലപ്പോഴും ഇടയ്ക്ക് മാത്രമാണ് നമുക്ക് നല്ലതെന്ന് എഴുതാൻ അവസരം കിട്ടുക. ഇപ്പോൾ കേരള കൗമുദി പത്രം അല്ലെങ്കിൽ മനോരമ പത്രം അല്ലെങ്കിൽ മാതൃഭൂമി പത്രം ഒക്കെ എന്നോട് ഒരു വർഷം തികയുമ്പോൾ, അതായത് ഒരു വർഷം തീർന്ന് ജനുവരി തുടക്കമാകുമ്പോൾ തൊട്ട് തലേ വർഷത്തെ ഒരു വിളവെടുപ്പ് നടത്തി ഒരു ലേഖനം തയ്യാറാക്കി കൊടുക്കാൻ പറയുമായിരുന്നു. അങ്ങനെ ലേഖനം തയ്യാറാക്കി കൊടുക്കാൻ പറയുമ്പോൾ ഒരു 10 പാട്ടുകൾ നല്ലത് വേണം എന്നവർ പറയും. വാസ്തവത്തിൽ അന്നൊക്കെ 10 പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരെഴുതുന്നതെല്ലാം പലതും അതിനകത്ത് ഈ അപകടങ്ങൾ നിറഞ്ഞതാണ്. നിഷ്പക്ഷമായി പറഞ്ഞാൽ കാവ്യഭംഗിയുള്ള പാട്ടുകൾ വളരെ കുറവായിരുന്നു. അപ്പോഴും ONV സാറും യൂസഫ് അലി കേച്ചേരിയും ശ്രീകുമാരൻ തമ്പിയും ഭാസ്കരൻ മാഷും ഒക്കെ എഴുതുന്ന പാട്ടുകളെ തേടിപ്പിടിക്കുകയും പിന്നെ അപൂർവമായിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയോ കൈതപ്പുറമോ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരുപാട് നല്ല പാട്ടുകൾ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ്റെ നെഞ്ചിലെ മൺവളക്കൊതിയിലെ എന്നുള്ള പാട്ട്, പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികിടന്നെത്തുന്ന പദനിസ്വരം എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ കൈതപ്പുറത്തിൻ്റെ അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് എന്തു പരിഭവം ചോദിച്ചു എന്ന അദ്വൈതത്തിലെ പാട്ട്. അപ്പം അങ്ങനെ നല്ല പാട്ടുകളെ അന്നും ഇന്നും ഞാൻ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വയലാറിൻ്റെയോ ഭാസ്കരൻ മാഷിൻ്റെയോ അല്ലെങ്കിൽ ONV സാറിൻ്റെയോ ഒക്കെ പഴയ പാട്ടുകളെ വിമർശിച്ചല്ല നല്ലതെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദ്യമായ അവസ്ഥയിലേക്ക് എഴുതാൻ ആ വീക്കിലിക്കകത്ത് നമുക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ 2015 ഞാൻ വിരമിക്കുന്നത് ഓഫീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് എൻ്റെ പുസ്തകങ്ങൾ പലതും ഇറങ്ങിത്തുടങ്ങിയത്. എൻ്റെ ഒന്നാമത്തെ പുസ്തകം തന്നെ കാവ്യഗീതിക എന്ന് പറയുന്നത് 101 ഗാനങ്ങളുടെ പഠനമാണ്. 101 ഗാനങ്ങളുടെ വിമർശനമല്ല, എല്ലാം പഠനമാണ്. പഠനം എന്ന് പറയുമ്പോൾ 100 ചലച്ചിത്ര ഗാനങ്ങളും 1 ലളിതഗാനവുമാണ്. ലളിതഗാനം ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന് പറയുന്ന ONV ദേവരാജൻ കൂട്ടുകെട്ടിൽ ജയചന്ദ്രൻ, അടുത്ത കാലത്ത് അന്തരിച്ച ജയചന്ദ്രൻ ആലപിച്ച പാട്ടാണത്. ദൂരദർശന് വേണ്ടി ദേവരാജൻ മാസ്റ്റർ ചെയ്ത അപൂർവം പാട്ടുകളിൽ ഒന്നാണത്. അതായിരുന്നു 101ാമതായിട്ട്. മറ്റേ 100 പാട്ടുകളിൽ എല്ലാവരുടെയും, ഇപ്പോൾ വയലാറിൻ്റെതും ഭാസ്കരൻ മാഷിൻ്റെതും കൈതപ്പുറത്തിൻ്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടേതും ഇങ്ങനെ ആരൊക്കെ നല്ല റഫീഖ് അഹമ്മദിൻ്റെതും എല്ലാം ആരൊക്കെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ആ നല്ല പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 101 പാട്ടുകൾ വെച്ചാണ് ആ പുസ്തകം ഇറങ്ങിയത്. അങ്ങനെ പല പുസ്തകങ്ങൾ പിന്നീട് ഇറങ്ങി. അപ്പോൾ ഈ ഗാനങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു ഗ്രാഫ് വരച്ചാൽ അത് കയറ്റവും ഉണ്ട് ഇറക്കവും ഉണ്ട്. ഇറക്കമാണ് കൂടുതൽ. കാരണം പിന്നെ ഇപ്പോൾ ഈ ഏറ്റവും പുതിയ അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ ഇറക്കമേ ഉള്ളൂ, അതിന് ഉയർച്ചയില്ല എന്ന് പറയും. ഒരു കഷ്ടിച്ച് നമുക്ക് പറയാവുന്നത് ആടുജീവിതത്തിലെ റഹ്മാൻ എഴുതിയ പെരിയോനെ എന്നുള്ള പാട്ടോ അല്ലെങ്കിൽ ARMൽ വൈക്കം വിജയലക്ഷ്മി പാടിയ
പാട്ടോ അങ്ങനെ 1-2 പാട്ടുകളെ നമുക്ക് നല്ലതെന്ന് പറയാനുള്ളൂ. ഈ 2025 ഒരു പാട്ട് പോലും നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാ പാട്ടുകളും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടുക, അതിനിടയിലൂടെ കുറേ അടി കാണിക്കുക, കുറച്ച് ബഹളം കാണിക്കുക, സംഭാഷണങ്ങൾ ഈ പാട്ടിനെ പിന്നെ പതുക്കെ ശബ്ദം താഴ്ത്തിയിട്ട് പിന്നെ ഓവർലാപ്പ് ചെയ്ത് വരിക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ പാട്ടുകളൊന്നും വിജയിക്കുന്നില്ല. ഒരു പാട്ട് പോലും ഇപ്പോൾ നമുക്ക്. അതുകൊണ്ടാണ് പഴയ പാട്ട്, ഇപ്പോൾ റിയാലിറ്റി ഷോയിലെല്ലാം പഴയ പാട്ടുകളാണ് ആളുകൾ പാടുന്നത്. പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളൊന്നും പാടുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പഴയ പാട്ടുകൾക്കുള്ള സാഹിത്യ ഭംഗിയും സംഗീത ഗുണവും ആലാപന സൗഭാഗ്യവും ഒന്നും ഇപ്പോഴത്തെ പാട്ടുകൾക്കില്ല. ഇപ്പോൾ ആർക്കും പാടാം, ആർക്കും എഴുതാം, ആർക്കും ചിട്ടപ്പെടുത്താം എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് പാട്ടിനെക്കുറിച്ച് പലതും എഴുതിയപ്പോൾ ചില അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ബിച്ചു തിരുമല എനിക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ദിവസം എൻ്റെ ഓഫീസിൽ എനിക്ക് രജിസ്റ്റേർഡായിട്ട് വക്കീൽ നോട്ടീസ് കിട്ടി. വീട്ടിൽ വന്നപ്പം വീട്ടിലുമുണ്ട് അതേ വക്കീൽ നോട്ടീസ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ആ വക്കീൽ നോട്ടീസുമായിട്ട് കലാകൗമുദിയുടെ ഓഫീസിൽ ചെന്ന് പത്രാധിപരെ കണ്ടപ്പം പറഞ്ഞു, ഇവിടെ 3 വക്കീൽ നോട്ടീസ് വന്നു. പ്രിൻ്റർ എന്ന് പറയുന്ന MS മധുസൂദനൻ സാറിനും പിന്നെ എഡിറ്റർ എന്ന് പറയുന്ന MS മണിക്കും പിന്നെ എൻ്റെ പേരിൽ അവിടെ 1, അങ്ങനെ എനിക്ക് 3 അവിടെ വന്നു. ഇങ്ങനെ 3 സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിനകത്ത് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തേനും വയമ്പും എന്ന സിനിമയിലെ ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം എന്ന് പറയുന്ന പാട്ട് ബിച്ചു തിരുമലയ്ക്ക് അക്കൊല്ലത്തെ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത പാട്ടാണ്. അതിനെ വിമർശിച്ചു കൊണ്ടായിരുന്നു ഞാൻ അതിനകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ ബിച്ചു തിരുമല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് പിന്നെ സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടും അത് ഇല്ലാതായി പോകുന്നു, കാരണം അതിൻ്റെ ആ ക്രെഡിറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു, ഞാൻ അതുകൊണ്ട് പരസ്യമായിട്ട് മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പിന്നെ പ്രീ മാഗസിൻ്റെ പത്രാധിപർ അന്ന് എസ് ജയചന്ദ്രൻ നായരും ഇപ്പോൾ അടുത്ത കാലത്ത് അന്തരിച്ച എസ് ജയചന്ദ്രൻ നായർ സാറും NRS ബാബു സാറുമാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പിരപ്പങ്കോട് ശ്രീധരൻ നായർ, അദ്ദേഹം വഞ്ചിയൂർ ഓഫീസിൽ പോയി ഒന്ന് കാണൂ, അദ്ദേഹം എന്താണ് വഴിയെന്ന് പറഞ്ഞു തരും എന്ന്. ഞങ്ങൾക്കും കിട്ടിയ പിന്നെ നോട്ടീസ് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ഞാൻ അന്ന് വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വഞ്ചിയൂർ ഇറങ്ങി പിരപ്പങ്കോട് ശ്രീധരൻ നായർ സാറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹം വളരെ ലാഘവ ബുദ്ധിയോടെ വളരെ ലളിതമായി ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും ഒരു കാര്യമില്ല, വിമർശനത്തിൻ്റെ പേരിൽ ഇന്ന് വരെ ആരും ജയിലിൽ കിടന്നിട്ടൊന്നുമില്ല, താനൊരു മറുപടിയൊന്നും പറയാൻ പോകണ്ട, താൻ അതിനെ പ്രതികരിക്കുകയേ വേണ്ട, അതിങ്ങനെ പലതും ഇതൊക്കെ ഒരു ഓലപ്പാമ്പാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അഥവാ കേസ് വന്നാലും നമുക്ക് കോടതിയിൽ ഈ പാട്ടെല്ലാം കേൾപ്പിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് ഞാൻ പേരുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് വളരെ എന്നെ സമാധാനപ്പെടുത്തി അങ്ങ് വിടുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് ഒരു കേസൊന്നും കൊടുത്തില്ല, ഒരു ഓലപ്പാമ്പ് മാത്രമായിരുന്നു. പക്ഷേ സംഭവം അതല്ല. കിഷോർ എന്ന് പറയുന്ന VK കിഷോർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് എന്നോട് വലിയ ഒരു വിധേയത്വമുണ്ട്. കാരണം ആ സുഹൃത്ത് സിനിമയുമായിട്ട് ബന്ധപ്പെടാൻ നടന്നപ്പോൾ ഞാൻ KG ജോർജിനോട് പറഞ്ഞ് അദ്ദേഹത്തിനെ KG ജോർജിൻ്റെ സഹസംവിധായകനാക്കിയത് ഞാനാണ്. അങ്ങനൊരു വലിയ വിധേയത്വമുണ്ട്. മാത്രമല്ല, അദ്ദേഹം PR ശ്യാമളയുടെ ഒരു കഥ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് വയറിൽ ഒരു വല്ലാത്ത അസുഖം വന്ന് അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന ദിവസം അവിടെ ഈ മിൽമ പാല് വെച്ച് പായസം ഉണ്ടാക്കി, പാൽപ്പായസം ഉണ്ടാക്കി, ഇദ്ദേഹം വന്നത് പ്രമാണിച്ച്. അപ്പോൾ അന്ന് പാൽപ്പായസം കുടിച്ചത് 4 പേരാണ്. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ വൈഫ് പാല് ചേർന്ന ഇത് കുടിക്കില്ല, അപ്പോൾ അതുകൊണ്ട് കുടിച്ചില്ല, അവിടെ നിൽക്കുന്ന ജോലിക്കാരി. അപ്പോൾ ഈ സുഹൃത്ത് അങ്ങ് പോയി കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വൊമിറ്റിംഗ് തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി. നേരെ ഞാൻ ശാസ്താമംഗലം ശ്രീരാമകൃഷ്ണാശ്രമ ആശുപത്രിയിൽ ചെന്ന് അവിടെ അഡ്മിറ്റായി. ഡോക്ടർ പറഞ്ഞു ഛർദ്ദിൽ കൂടുതലുണ്ടെങ്കിൽ ഡ്രിപ്പ് തരണം എന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്ത് കൂട്ടിരിക്കാനായിട്ട്. അന്ന് എൻ്റെ മകൻ വളരെ കുഞ്ഞാണ്, അതുകൊണ്ട് വൈഫ് വീട്ടിലിരിക്കുകയും എൻ്റെ അമ്മ എനിക്ക് കൂട്ടിരിക്കാൻ ആശുപത്രി. അമ്മ കുറേ കഴിഞ്ഞപ്പോൾ അമ്മയും ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയെ കൂട്ടിരിക്കുന്ന ഇപ്പുറത്തുള്ള കട്ടിലിൽ അമ്മയും അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് വളരെ പിന്നീട് അറിയുന്നു, ഈ എൻ്റെ വന്ന സുഹൃത്ത് പിന്നെ വർക്കല ആശുപത്രിയിൽ അഡ്മിറ്റായി, ജോലിക്കാരി പേരൂർക്കട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 4 പേരും ഈ മിൽമ പാല് വെച്ച് ഉണ്ടാക്കിയ പായസം അതെല്ലാം എന്തോ വിഷാംശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടിച്ച് വന്നത്. ഇതിൻ്റെ രസമൊന്നുമല്ല. പിറ്റേ ദിവസം എന്നെ അമ്മാവൻ ആശുപത്രിയിൽ അന്വേഷിച്ച് വന്നപ്പോൾ അമ്മാവൻ്റെ കയ്യിൽ ഒരു പത്രം.
അന്ന് വൈകുന്നേരം ഇറങ്ങുന്ന പത്രം, അന്തിപ്പത്രം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അന്തിപ്പത്രമുണ്ട്. അമ്മാവൻ പറഞ്ഞു ഇത് ഇപ്പം കാണിക്കുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ കാണിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് അമ്മാവൻ ആ പത്രം എൻ്റെ തന്നു. അപ്പോൾ അതിൽ വലിയ ഹെഡിങ്, ബിച്ചു തിരുമലയുടെ ഗാന വിമർശനത്തിനെതിരെ ബിച്ചു തിരുമലയുടെ വക്കീൽ നോട്ടീസ്. അത് കണ്ട് പിന്നെ വയറിളകി ടി പി ശാസ്താപുര ആശുപത്രിയിൽ. ബിച്ചു തിരുമല പിന്നീട് എൻ്റെ ഒരു കല്യാണം വഴി എൻ്റെ അടുത്ത ബന്ധുവായി. അദ്ദേഹം പിന്നെ ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ട ഒരു വ്യക്തിയായിരുന്നു മരിക്കുന്നത് വരെയും. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തിന് പിന്നെ വീട്ടിൽ വച്ച് ചെറിയ ഒരു ചടങ്ങ് നടന്നപ്പോൾ വളരെ അപൂർവം പേരെ വിളിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും എന്നെ പ്രത്യേകം വിളിച്ചു, ഞാനവിടെ പോയിരുന്നു. മാത്രമല്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ എത്രയോ ഗാനത്തിനിടെ എത്രയോ വർഷം പിന്നെ ആഘോഷിച്ചപ്പോൾ അതും വീട്ടിൽ വെച്ചായിരുന്നു. ആ സമയത്ത് ഇന്നത്തെ പഴയ ഭക്ഷ്യമന്ത്രി സി ദിവാകരൻ അദ്ദേഹത്തിനോടൊപ്പം പഠിച്ചതാണ്. സി ദിവാകരനും ഞാനുമൊക്കെ ആയിരുന്നു അന്ന് പ്രസംഗിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വ്യക്തിപരമായി വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾ പിന്നീട് പുലർത്തിയത്. വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചവരാണ് ഞാനും കൈതപ്രവും. ഒരിക്കൽ അവിചാരിതമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ബെഞ്ചിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരാൾ ഓടിക്കൊണ്ട് വന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൈതപ്പുറമാണ് അതിന് മറുപടി പറഞ്ഞത്. കൈതപ്പുറം ചോദിച്ചു, എന്താ സംസാരിച്ചാൽ, ഞങ്ങളതിന് ശത്രുക്കളാണോ?